Now we are going to discuss adverbs of frequency. ഇത് കേട്ടിട്ട് പേടിക്കണ്ട. Adverbs of frequency എന്ന് പറഞ്ഞാൽ എന്താണ്? Words that describe how often these actions happen. ഈ actions എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്. Like usually, always, often, sometimes എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ? അത് എങ്ങനെയാണ്, എവിടൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ആക്ഷൻ, നമ്മൾ എപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പോകും, അപ്പോൾ ഓൾവേസ് നമ്മൾ പറയും അല്ലേ. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെസ് കളിക്കാൻ പോകും, അപ്പോൾ ഓഫൻ, വെരി ഓഫൻ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഒരു വേർബിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻ്റെ ഒക്കെ ഫ്രീക്വൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ആക്ഷൻസിൻ്റെ കൂടെ ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കാണിക്കുന്ന വേർഡ്സും കൂടെ ചേർക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൾവേസ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് 100% ആണ്, അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യും, ടോട്ടലി ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഐ ഓൾവേസ് ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ ബിഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഓക്കെ, കുടിച്ചിരിക്കും, അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഷീ ഓൾവേസ് വിയേഴ്സ് എ ജാക്കറ്റ് ഇൻ ദ വിന്റർ. വിന്ററിൽ ഉറപ്പായിട്ടും ജാക്കറ്റ് ധരിച്ചിരിക്കും. അതൊരു 100% ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് യൂഷ്വലി. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സംഭവിക്കാറുണ്ട്. യൂഷ്വലി ഇറ്റ് ഹാപ്പൻസ്, അത് മിക്കപ്പോഴും സംഭവിക്കാറുണ്ട്. യൂഷ്വൽ തിങ് ആണെന്ന് നമ്മൾ പറയില്ലേ. നോക്ക് എക്സാമ്പിൾസ്. ഐ യൂഷ്വലി ടേക്ക് ദ ബസ് ടു വർക്ക് ബട്ട് സംടൈംസ് ഐ ഡ്രൈവ് കാർ. മിക്കപ്പോഴും ഞാൻ കാറാണ് എടുക്കുന്നത്, പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, മിക്കപ്പോഴും ഞാൻ ബസ്സാണ് എടുക്കാറുള്ളത് പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാർ എടുക്കാറുണ്ട് എന്നൊരു ലേഡി പറയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ബസ്സിൽ നിർത്തിയിട്ട് കാറിൽ പോവാറുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു യൂഷ്വൽ ആക്ടിവിറ്റി കാണിക്കും, പക്ഷെ ചില സമയത്ത് സന്ദർഭവും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ദേ യൂഷ്വലി ഹാവ് ഡിന്നർ അറ്റ് 7 PM. അവർ മിക്കപ്പോഴും 7 മണിക്കാണ് കഴിക്കുന്നത്, പക്ഷെ ചില ദിവസങ്ങളിൽ ഒരു ഗസ്റ്റ് വന്നാലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടൈം ഒന്ന് മാറ്റും. അതാണ് യൂഷ്വലിയുടെയും ലൈക്ക് ഓൾവേസിനെയും തമ്മിലുള്ള ഡിഫറൻസ്. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ജനറലി. ജനറലി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഓൾമോസ്റ്റ് എന്നുള്ള രീതിയാണ്. വി ജനറലി ഗോ ഫോർ വാക്ക് ആഫ്റ്റർ ഡിന്നർ. നമ്മൾ ഡിന്നർ കഴിച്ച ശേഷമാണ് സാധാരണയായി നമ്മൾ എന്ത് ചെയ്യാൻ പോകാറുള്ളത്, നടക്കാൻ പോകാറുള്ളത്. പീപ്പിൾ ജനറലി ലൈക്ക് ടു റിലാക്സ് ഓൺ വീക്കെൻഡ്സ്. മിക്ക ആളുകളും എല്ലാവർക്കും വീക്കെൻഡ്സിലാണ് റിലാക്സ് ചെയ്യാൻ താല്പര്യം. അതൊരു 80% ഉള്ളൂ കംപ്ലീഷനെ കാണിക്കുന്നത്. കംപ്ലീറ്റഡ് അല്ല, എന്നാൽ അത് അബൌട്ട് ടു അങ്ങനെയാണ് എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓഫൺ. ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഓഫൺ വിസിറ്റ്സ് ഹിസ് ഗ്രാൻഡ് പേരൻസ് ഓൺ സൺഡേ. അവൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഓഫൺലി ആണ് വിസിറ്റ് ചെയ്യുന്നത്. ഒരു 75% ഓഫ് കംപ്ലീഷൻ അത് കാണിക്കുന്നുള്ളൂ. അതെന്താണ്, ഒരു പോവാം, പല സാഹചര്യങ്ങളും കൊണ്ട് മാറ്റി വെക്കാറുമുണ്ട്. വെരി ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി വെരി റെയർലി എന്നാണ് അതിൻ്റെ മീനിങ്. Okay, and the next one is I often read books before going to bed. Very oftenly or oftenly he will read book before going to bed. ഒരു കംപ്ലീഷൻ അല്ല, എന്നാലും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യും, ബട്ട് ചെയ്യാതിരിക്കത്തില്ല, അങ്ങനെ ഒരു കണ്ടീഷനാണ്. ഇനി സംടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അത് മൊത്തം കംപ്ലീഷനും ഇല്ല, ഹാഫ് കംപ്ലീഷനും ഇല്ല, ഓൾമോസ്റ്റ് കംപ്ലീഷനും ഇല്ല, ഒന്നുമില്ല. ലൈക്ക് ചിലപ്പോഴൊക്കെ സംഭവിക്കുള്ളൂ. ഐ സംടൈംസ് ഗോ ടു ദ ജിം ഇൻ ദ ഈവനിങ്. മിക്കപ്പോഴും രാവിലെയാണ് പോകുന്നത്, പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ ഈവനിങ്ങിലും പോകും. അങ്ങനെ ഒരു ഡിഫറൻസ്. ഷീ സംടൈംസ് ഫോർഗെറ്റ്സ് ടു റിപ്ലൈ ടു മൈ മെസ്സേജ്. ചിലപ്പോഴൊക്കെ അവൾ എന്ത് ചെയ്യാറില്ല, എൻ്റെ മെസ്സേജസ് ചിലപ്പോഴൊക്കെ, എപ്പോഴും അവൾ റിപ്ലൈ ചെയ്യും, പക്ഷെ ചിലപ്പോഴൊക്കെ അവളൊന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഒക്കേഷണലി. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലപ്പോഴും, ചില ഒക്കേഷൻസിൽ മാത്രം. വി ഒക്കേഷണലി ഗോ ഓൺ റോഡ് ട്രിപ്സ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. നമ്മൾ ഹോളിഡേയ്സിൽ റോഡ് ട്രിപ്സ് പോവാറുണ്ട്, പക്ഷെ ഒക്കേഷണലി, എപ്പോഴും അല്ല, ഒക്കേഷണലി പോവാറുള്ളൂ. ഐ ഒക്കേഷണലി വാച്ച് എ മൂവി വിത്ത് ഫ്രണ്ട്സ് ഓൺ ഫ്രൈഡേ. യൂഷ്വലി ഫാമിലി ആയിട്ടാണ് പോകുന്നത്, ബട്ട് ഒക്കേഷണലി വല്ലപ്പോഴും ഒക്കെ ഫ്രണ്ട്സായിട്ടും പോയി സിനിമ കാണാറുണ്ട് എന്നാണ് പറയുന്നത്. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് സെൽഡം. സെൽഡം എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ കാണിക്കുന്നതാണ്. ഐ സെൽഡം ഈറ്റ് ഫാസ്റ്റ് ഫുഡ് ബിക്കോസ് ഐ പ്രിഫർ ഹോം കുക്ക്ഡ് മീൽസ്. അതായത് എപ്പോഴും ഞാൻ
ഹോം കുക്ക്ഡ് മീൽസ് തന്നെയാണ്, ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ നമുക്ക് പറയാമല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് മാത്രമേ ജങ്ക് ഫുഡ് ട്രൈ ചെയ്യാറുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹി സെൽഡം സ്പീക്സ് ഡ്യൂറിങ് മീറ്റിംഗ്. അവൻ എന്താണ്, വെരി 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 റെയർലി അങ്ങനെ സംസാരിക്കാറില്ല, എല്ലാം ഗുഡ് ലിസ്ണർ ആണ് ആ പർട്ടിക്കുലർ പേഴ്സൺ. സോ ഹി സെൽഡം സ്പീക്സ്, അവനങ്ങനെ സംസാരിക്കാറേ ഇല്ല, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ആയാൽ കണ്ടാൽ മതി, ഓപ്പൺ അപ്പായി കണ്ടാൽ മതി. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റെയർലി. റെയർലി എന്ന് പറഞ്ഞാൽ അറിയാലോ, റെയർ എന്ന് പറഞ്ഞാൽ കിട്ടാനില്ലാത്തത്, വളരെ റെയർ ആണെന്ന് പറഞ്ഞാൽ കണ്ടു കിട്ടാനേ ഇല്ലാത്തത്, കിട്ടാനില്ലാത്തത് എന്നൊക്കെ നമുക്ക് പറയാം. എക്സാമ്പിൾസ് നോക്കൂ. ഐ റെയർലി ഡ്രിങ്ക് സോഡ ഓൺലി ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ്. അതായത് സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം, ചിലപ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെയാണ് സോഡ കഴിക്കാറുള്ളത്, കുടിക്കാറുള്ളത്. ഷീ റെയർലി ഗോസ് ഔട്ട് ആഫ്റ്റർ ഡാർക്ക്. അവൾ വളരെ വളരെ ചെറിയൊരു തോതിൽ മാത്രമേ ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളൂ. എന്തിന്? രാത്രിയായി കഴിഞ്ഞാൽ അവൾ രാത്രി പോകുന്നത് പതിവല്ല, ഒട്ടും പതിവല്ല, ഒട്ടും റെഗുലറായി നടക്കുന്ന കാര്യമില്ല. റെയറായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അർജന്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാലേ അത് നടക്കുള്ളൂ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നെവർ. നെവർ എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ, നടക്കാനേ പോകുന്നില്ല, അല്ലെങ്കിൽ നടക്കുകയില്ല. ഐ നെവർ സ്കിപ്പ് മൈ മോർണിംഗ് വർക്കൗട്ട്. ഒരിക്കലും ഞാൻ എൻ്റെ മോർണിംഗ് വർക്കൗട്ട് മിസ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ, ദേ നെവർ വാച്ച് ടി വി ഡ്യൂറിങ് ദ വീക്കെൻഡ്സ്. അവർ ടി വി വീക്കെൻഡ്സിൽ വെക്കുകയില്ല, കാണൂല്ല, അത് എൻ്റർടൈൻ ചെയ്യില്ല. ഒരിക്കലും നോ ആണ് അതിൻ്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള മീനിങ്. ഓക്കെ.